കോഴിക്കോട് വെസ്റ്റിൽ ചുങ്കം സ്വദേശി വിജിലിനെ കാണാതായ കേസിൽ വഴിത്തിരിവ്. ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചെന്നും മൃതദേഹം സുഹൃത്തുക്കൾ സരോവരം പാർക്കിനടുത്ത് കുഴിച്ചിട്ടെന്നും പോലീസ് പറഞ്ഞു. സുഹൃത്തുക്കളായ നിഖിൽ, ദീപേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷബീർ അമർ ചേരുന്നു. ഷബീർ, വിവരങ്ങൾ. അതന്നെ 2019 മാർച്ച് 24 വെസ്റ്റ് ചുങ്കം സ്വദേശിയായിട്ടുള്ള വിജിൽ എന്നയാളെ കാണാതാകുന്നത്. അന്ന് അദ്ദേഹത്തിന് 29 വയസ്സായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണമാണ് എലത്തൂർ സ്റ്റേഷനിൽ പുതുതായി ചാർജ് എടുത്ത SHO ഈ അടുത്ത് തുടങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട് വിജിലുമായി ബന്ധമുള്ളവരെ ആദ്യം പോലീസ് കസ്റ്റഡി എടുക്കുകയും അവരിൽ നിന്ന് വിവരം ശേഖരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിന്റെ ഫോൺ രേഖകളടക്കം പരിശോധിച്ചാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ചിലരിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നത്. ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിഖിൽ, ദീപേഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യലാണ് ഇവർക്ക് ലഹരി ഉപയോഗമുണ്ട് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തി. തുടർന്നാണ് ഇവർ കുറ്റസമ്മതം നടത്തുന്നത്. ഈ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ നിഖിലും ദീപേഷും ഈ സംഭവം എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിച്ചത്. അത് ഈ നിഖില്, ദീപേഷ്, ഒപ്പം തന്നെ ഈ മരിച്ച വിജിൽ ഉൾപ്പെടെയുള്ളവർ മറ്റൊരാളും കൂടി, രഞ്ജിത്ത് എന്നയാൾ കൂടി ചേർന്ന് 2019 മാർച്ച് 24 ഈ സരോവരം പാർക്കിനടുത്ത് ഇരുന്ന് ലഹരി ഉപയോഗിക്കുകയായിരുന്നു. അതായത് ബ്രൗൺ ഷുഗർ കുത്തിവെക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. അതാണ് പോലീസിന് കിട്ടിയ വിവരം. ഇങ്ങനെ ഈ സംഭവത്തിൽ ഒന്നാം പ്രതിയായിട്ടുള്ള നിഖില് ഈ മരിച്ച വിജിലിന്റെ കയ്യിൽ ഈ നിലയ്ക്ക് കുത്തിവെച്ചു, ഈ ലഹരി മരുന്ന് കുത്തിവെച്ചു. ഇത് അമിത അളവിലായതോടെ വിജിൽ മരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ തെളിവ് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർ 3 പേരും ചേർന്ന് വിജിലിനെ ഈ പ്രദേശത്ത് തന്നെ, അതായത് സരോവരം പാർക്കിനടുത്തുള്ള സ്ഥലത്ത് തന്നെ കുഴിച്ചിടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം അവർ രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ അടക്കം ഒടുവിലാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 പേരെന്ന് പറയുമ്പോൾ ഈ മരിച്ചയാളോടൊപ്പം ലഹരി ഉപയോഗിച്ച നിഖിൽ, ദീപേഷ് എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കേസിൽ ഉൾപ്പെട്ട ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. രഞ്ജിത്ത് എന്നയാളാണ് ഇനിയും പിടിയിലാകാനുള്ളത്. ധന്യ. ശരി.